സിക്സ് സെം ഓൺലൈൻ ട്യൂഷൻ്റെ 15ാമത്തെ ദിവസത്തെ ക്ലാസ് ആണിന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 1ൻ്റെ യൂണിറ്റ് 2 അതിൻ്റെ 3ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മേജർ ആയിട്ടുള്ള ഒരു പോർഷൻസ് എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാലൻസ് ഉള്ളത് അവസാനമുള്ള ഈ ഒരു 3 ടോപ്പിക്സ് ആണ്. അതായത് ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ്സ് ഫോർ സൈക്കാട്രിക് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, സെക്കൻഡ് വൺ കൺസെപ്ച്വൽ മോഡൽസ്, തേർഡ് വൺ പ്രിവെൻറ്റീവ് സൈക്കാട്രി ആൻഡ് റിഹാബിലിറ്റേഷൻ. അപ്പോൾ ഇത് 3ഉം തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 5 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാവുന്നതാണ്. സ്റ്റാൻഡേർഡ്സ് ഓഫ് സൈക്കാട്രിക് നഴ്സിംഗ് ചോദിച്ചിട്ടുണ്ട്, കൺസെപ്ച്വൽ മോഡൽസും ചോദിച്ചിട്ടുണ്ട്, പ്രിവെൻറ്റീവ് സൈക്കാട്രി അല്ലെങ്കിൽ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ്സ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കാം, നമ്മൾ ശ്രീവാണി ടെക്സ്റ്റ് ബുക്കാണിത്. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്താണ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ, അതായത് ചില പോളിസീസ്, ചില റെഗുലേഷൻസ്, അതായത് കൃത്യമായിട്ട് എങ്ങനെയാണ് നഴ്സിംഗ് കെയർ അല്ലെങ്കിൽ സൈക്കാട്രിക് നഴ്സിംഗ് നടപ്പിലാക്കേണ്ടത്, അതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓർഡർ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് തവണയൊന്നും ചോദിച്ചിട്ടില്ല, എന്നാലും 1-2 തവണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ജസ്റ്റ് ഇതൊന്ന് പറയുന്നത്. നോട്ട്സിനകത്ത് ഇത് ചുരുക്കി ഹെഡിങ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 5 മാർക്കിനാണെങ്കിൽ ഈ ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്താണെന്നൊരു ഡെഫിനിഷനോ ഒരു മീനിങ്ങോ എന്തെങ്കിലും കൊടുക്കുക. അതിനുശേഷം എന്തിനാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ഓഫ് സൈക്കാട്രിക് ആൻഡ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞൊരു ചെറിയ പാരഗ്രാഫ് കൊടുക്കുക. അതിനുശേഷം ഈ സ്റ്റാൻഡേർഡ്സുകൾ എല്ലാം തന്നെ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2, സ്റ്റാൻഡേർഡ് 3, സ്റ്റാൻഡേർഡ് 4 എന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അവ ഓരോന്നും ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിന് ശേഷം ഓരോന്നായിട്ട് എടുത്ത ടാൻജൻഷ്യാലിറ്റി എന്താണ്, സർക്കംസ്റ്റൻഷ്യാലിറ്റി, അതിൻ്റെ മീനിങ് മനസ്സിലാക്കി പഠിച്ചു പോയാൽ ആ കണ്ടീഷനും നമ്മൾ മറക്കത്തില്ല, ആ ടെർമിനോളജിയും നമ്മൾ മറക്കത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ടെർമിനോളജീസ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡിസോർഡേഴ്സും ഈസി ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ ഫിനിഷ് ചെയ്യുന്നു. ഇതിൻ്റെ ഷോർട്ട് നോട്ട് ഞാൻ തരുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി തിയറീസ്, ഡിഫൻസ് മെക്കാനിസം, ഇത് 3 നിങ്ങൾ സെപ്പറേറ്റ് വായിക്കണം. വേണമെങ്കിൽ ഞാൻ ഫ്രീ വീഡിയോസ് പ്രീവിയസ് വീഡിയോസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അത് വേണമെങ്കിൽ അത് കേട്ടും പഠിക്കാം. പക്ഷെ അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. എന്നാലും ചോദിച്ചാൽ 2 മാർക്കിനോ എന്തെങ്കിലും ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനിതിൻ്റെ നോട്ടും ക്വസ്റ്റ്യനും ഷെയർ ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ 3ാമത്തെ യൂണിറ്റ് ആയിരിക്കും. മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 1ൻ്റെ തന്നെ 3ാമത്തെ യൂണിറ്റ് അടുത്ത് ഷെയർ ചെയ്യും.